പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള ഒരു പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പ്രത്യാശയുള്ള പ്രഭാതം എന്ന് പറഞ്ഞത്? നമ്മുടെ കുറവുകളെയെല്ലാം മാറ്റി, താഴ്ചകളെയെല്ലാം മാറ്റി നമ്മെ സൗഖ്യത്തോടെ ബലത്തോടെ വീണ്ടും നിവർന്ന് നിർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിലുള്ളതായ ആശ അതങ്ങ് പെരുകി നമ്മളിൽ അതൊരു പ്രത്യാശയായി രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ടതായ ഒരു പ്രഭാതത്തെ കർത്താവ് നമുക്കിന്ന് ദാനമായി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായം 12-ാം വാക്യം. ഇങ്ങനെ നമുക്കവിടെ കാണുവാൻ കഴിയും: ഞാൻ അന്നാളിൽ വീണുപോയ ദാവീദിൻ്റെ കൂടാരങ്ങളെ പണിയും. പ്രൈസ് ദി ലോർഡ്. അതിനെ നിവർന്ന് നിൽക്കുമാറാക്കും, അതിൻ്റെ വിടവുകളെ അടയ്ക്കും, അതിൻ്റെ ഇടിവുകളെ ഞാൻ പണിഞ്ഞ് അതിനെ ആരോഗ്യത്തോടെ നിൽക്കുമാറാക്കും. ദൈവത്തിന് സ്തോത്രം. ആരെയോ കണ്ടും കൊണ്ട് കാണിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആമോസ് പ്രവാചകനിൽ കൂടെ അരുളി ചെയ്തതായ വചനമാണ്. അത് നിവർത്തിക്കപ്പെടുന്നത് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിക്കയിൽ ജാതികളുടെ ഇടയിൽ ഈ വചനം നിവർത്തിക്കപ്പെട്ടതായി യാക്കോബിന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം ഏറ്റെടുത്തും കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് പറയുകയാണ്: ഞാൻ ഇടിഞ്ഞു കിടക്കുന്ന കൂടാരങ്ങളെ, ടാബർനാക്കുകളെ ഞാൻ ഉയർത്തി നിൽക്കുമാറാക്കും. എന്താണ് ഈ കൂടാരം? നമ്മൾ ഈ കൂടാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ടാബർനാക്കിൾ. ടാബർനാക്കിൾ എന്ന് പറഞ്ഞാൽ സമ ആഗമ കൂടാരം. നാം ഏതവസ്ഥയിൽ ആയിരിക്കുന്നുവോ, മരുഭൂമിയിലെങ്കിൽ മരുഭൂമിയിൽ, തകർന്ന ഇടങ്ങളിൽ നാം ഏത് താഴ്ചയിലായിരിക്കുന്നോ അവിടെ നമുക്ക് സമമായി ആഗമിച്ച് നമ്മോട് സംവാദം ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇരിപ്പിടം, ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കുവാൻ ദൈവം തെരഞ്ഞെടുക്കുന്നതായ ഒരു സ്ഥലം, നമ്മുടെ സമാഗമ കൂടാരങ്ങളെ ദൈവം നിവർത്തി നിൽക്കുമാറാക്കും. നമ്മൾ വിചാരിച്ചു നമുക്ക് ഇനിയും ദൈവത്തോട് സംസാരിക്കാൻ കഴിയില്ല, ഇനിയും നമുക്ക് നിവർന്ന് നിൽക്കാനും സാധിക്കുകയില്ല. നോക്കുമ്പോൾ നമ്മളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസം, ഗ്രേറ്റ് ഡിഫറൻസ്. പക്ഷെങ്കിൽ ദൈവം നമ്മെ പണിയുവാൻ തുടങ്ങിയപ്പോൾ അതിനെ സമമാക്കി കൊണ്ടുവന്നു. ദൈവം സമമായി അതിൻ്റെ മധ്യത്തിൽ വന്നു, നമ്മോട് സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? വിടവുകളെ അടയ്ക്കുക. ഈ വിടവിൽ കൂടെയാണ് ശത്രുക്കൾ കയറുകയും ഇറങ്ങുകയും ചെയ്ത് നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്നത്, നിന്റെ കുടുംബത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്നത്, നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരുന്നത്. വിടവുകൾ ധാരാളം ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടെത്തി. കൂടാരങ്ങളുടെ ഇടയിൽ, അന്താഴങ്ങളുടെ ഇടയിൽ വിടവുകൾ വന്നു. ആ വിടവിൽ കൂടെ ശത്രു പ്രവേശിച്ചു. അതിനുശേഷം അതിൻ്റെ മതിലുകളെ ഇടിച്ച് താഴ്ത്തി. ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ പ്രത്യാശയുടെ എല്ലാ വാക്കുകളും നിന്നിൽ അവസാനിപ്പിച്ചുകൊണ്ട്, നിന്റെ ദർശനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിന്നോടത് ദിവസവും സംസാരിച്ചു കൊണ്ടിരുന്നു. നിനക്കിനെയും എഴുന്നേൽക്കാൻ കഴിയുകയില്ല. ശത്രു നിന്നോട് വാതുകെട്ടി സംസാരിച്ച ദിവസങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ നിവർന്ന് നിൽക്കുമാറാക്കുന്നതായ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഏത് താഴ്ചയിൽ നിന്നും നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. വാഗ്ദത്തമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ ധാരാളം ഈ എഴുന്നേറ്റം കണ്ട് അവർ വിറയ്ക്കും, അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, വിടവുകളെ വന്ന് ഉറ്റുനോക്കും. പക്ഷെങ്കിൽ ദൈവം വിടവുകൾ അടച്ചാൽ അതിൽ കൂടെ ശത്രുവിന് പിന്നെ പ്രവേശിക്കുവാൻ സാധിക്കില്ല. ദൈവം താഴ്ചകളെ മാറ്റിയാൽ ശത്രുവിന് ഉയർച്ച മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവം അതിന് നിശ്ചയിച്ചതായ അന്നാളിൽ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അന്നാളിൽ ദൈവം അതിനു വേണ്ടി ഒരു നാൾ നിശ്ചയിച്ചു, ഒരു പ്രഭാതം കൊണ്ടുവന്നു, ഒരു സമയം കൊണ്ടുവന്നു, ഒരു വേള കൊണ്ടുവന്നു. എന്താണ് ഈ അന്നാളിൽ?
നിന്റെ ജീവിതത്തിൽ അന്നാളുമായിട്ട് എന്ത് ബന്ധം? നിന്റെ കാതുകളിൽ രക്ഷയുടെ സുവിശേഷം, പ്രത്യാശയുടെ സുവിശേഷം നിനക്ക് നിൽക്കുമാറാകാൻ സാധിക്കും എന്ന് നിനക്ക് ജീവിതത്തിൽ പ്രത്യാശ കൊണ്ടുവന്നതായ ദിവസം അരുമനാഥനായ ക്രിസ്തുവിന്റെ സുവിശേഷം നിന്നെ ജീവിപ്പിക്കത്തക്കതായ ഒരു നിത്യജീവന്റെ മുറവിളി നിന്നിൽ കാട്ടിക്കൊണ്ട് നിനക്ക് എഴുന്നേറ്റം സാധ്യമാണെന്ന് നിന്നോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച നാളാണ് നിന്റെ അന്നാൾ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേറെ എഴുതപ്പെട്ട ദിവസങ്ങളില്ല. നിന്നിൽ സുവിശേഷം, നിത്യസുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം എന്നെത്തിയോ? നിന്റെ കുഞ്ഞുങ്ങളിൽ എന്നെത്തിയോ? നിന്റെ കുടുംബത്തിൽ എന്നെത്തിയോ? അന്ന് മുതൽ വിടവുകൾ അടയും. യെസ്, അന്ന് മുതൽ വ്യത്യാസങ്ങൾക്ക് പരിഹാരമുണ്ടാകും, എഴുന്നേറ്റമുണ്ടാകും. നിനക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുമെന്ന് ദൈവാത്മാവ് ശക്തിയോടെ നിന്നോട് സംസാരിക്കും. നിന്റെ ജീവിതത്തിൽ അന്നാൾ, ആ പ്രകാശം, ആ പ്രഭാതം, ആ പുലരി നിന്റെ ജീവിതത്തിൽ വിടരുമ്പോൾ, ഉദിക്കുമ്പോൾ, വ്യത്യാസം നിനക്ക് ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശത്രുക്കൾക്ക് നന്നായിട്ട് ദർശിക്കാൻ കഴിയും. ശത്രുക്കൾ വലിയ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരും കേട്ടോ. വലിയ പ്രശ്നങ്ങൾ. നീ ആയിരിക്കുന്ന ദേശത്തെല്ലാം കലക്കങ്ങൾ ഉണ്ടാക്കും, ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കും. ആര് പറഞ്ഞിട്ടാകുന്നു എഴുന്നേറ്റ് നിന്നതെന്നൊക്കെ ചോദിച്ചു കളയും. നീ ശക്തനായ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു എന്ന് നിനക്ക് ഉച്ചരിക്കുവാനുള്ള ഒരു ആത്മബലം വരും. പ്രൈസ് ദി ലോർഡ്. ആ ആത്മബലം നിന്നിൽ കടന്നു വരും വരെയും വിടവുകൾ അടയത്തില്ല. വിടവുകൾ അല്പാൽപമായി ശത്രുക്കൾക്ക് ദർശിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് വിടവുകൾ അടയ്ക്കാൻ കഴിയില്ല. നമുക്കായിട്ട് ഇടിവുകളെ പണിയാൻ കഴിയില്ല. നാം എത്ര പണിയാലും വീണ്ടും വീണ്ടും ഇടിവുകളാണ്. നാം എത്ര അടച്ചാലും വീണ്ടും വീണ്ടും സുഷിരങ്ങൾ വീഴും. ആ സുഷിരങ്ങളിൽ കൂടെ ശത്രു നിന്റെ കുഞ്ഞുങ്ങളിൽ പ്രവേശിക്കും, ഭാര്യയിൽ പ്രവേശിക്കും, ഭർത്താവിൽ പ്രവേശിക്കും, വിശ്വാസത്തിൽ പ്രവേശിക്കും, ആത്മാവിൽ പ്രവേശിക്കും, ആശയത്തിലും അഭിപ്രായത്തിലും പ്രവേശിക്കും, നിന്റെ സാമ്പത്തിക ഭദ്രതകളിൽ പ്രവേശിക്കും, നിന്റെ ആഹാരത്തിൽ പ്രവേശിക്കും, ജോലിയിൽ പ്രവേശിക്കും, നിന്നെ ആകുല ചിന്തയുള്ളവനാക്കി മാറ്റും. എന്നാൽ വിടവുകൾ അടയുമ്പോൾ അവയ്ക്കെല്ലാം ഒരു പര്യവസാനം ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് ദൈവം ചെയ്യുന്നത് ആദ്യം നിന്റെ വിടവടക്കുകയാണ്. അങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ അന്നാളിൽ ദാവീദിൻ്റെ വീണുപോയ കൂടാരം. ഇതിനെയാണ് ദാവീദിൻ്റെ വീണുപോയ കൂടാരം. ദൈവവുമായിട്ട് അവനൊരു എഗ്രിമെൻ്റ് ചെയ്തു. ആ എഗ്രിമെൻ്റ് ചെയ്ത്, ആ ദൈവത്തോട് ചെയ്യുന്ന ആ എഗ്രിമെൻ്റ് ചെയ്ത ആ സ്ഥലത്തെക്കുറിച്ച്, ആലയത്തിലെ ആ സ്ഥലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദാവീദിൻ്റെ സമാഗമന കൂടാരം. ദാവീദും സമാഗമന കൂടാരവുമായിട്ട് എന്ത് ബന്ധം? അത് മോശം അണിയിച്ചതല്ലേ. എന്നാൽ പേര് വന്നത് ദാവീദിന്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം സകല ശത്രുക്കളെയും അവനെ കീഴാക്കി അവന് സ്വസ്ഥത കൊടുത്തൊരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സകല ശത്രുക്കളെയും അവനെ കീഴാക്കി അവന് സ്വസ്ഥത കൊടുത്ത ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുകയുണ്ടായി. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് ദൈവം പറഞ്ഞതിൻ്റെ സാക്ഷാത്കാരം. പ്രവചനങ്ങളും വാക്യങ്ങളും ഇങ്ങനെയൊക്കെ ധാരാളമുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളായി ദൈവം പലപ്പോഴും നിന്റെ ജീവിതത്തിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ടുവരും. വേറൊരു രൂപം കൊടുക്കും, വേറൊരു ഉദ്ദേശം കൊടുക്കും, വേറൊരു പ്രകാശം അതിന് കൊടുക്കും, വേറൊരു തേജസ് അതിന് കൊടുക്കും. നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ എത്ര കിലോ വാട്ട് വെളിച്ചം നിന്നിലേക്ക് അടുപ്പിക്കണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ വീണുപോയ ഈ കൂടാരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന നിന്റെ ജീവിതത്തിലൊരു ടാബർനാക്കിൾ, സമാഗമന കൂടാരമായി ദൈവം നിന്നെ മാറ്റണമെങ്കിൽ എത്രമാത്രം ശക്തി നിന്നിൽ പ്രവേശിപ്പിക്കണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നാം പണിഞ്ഞാൽ പണിയപ്പെടുകയില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ പണിയുന്നു
ജാഗരകാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം പണിയുമ്പോൾ ആ പണി പൂർണ്ണതയുള്ള പണിയായിരിക്കും. അവിടെ ശത്രുവിനും മിത്രങ്ങൾക്കും ആർക്കും വഴിപോക്കർക്കാർക്കും പ്രവേശിക്കുവാൻ സാധിക്കാതെ ദൈവം സകല വാതിലുകളും അടച്ചുകൊണ്ട് നീയും ദൈവവുമായി മാത്രം അവശേഷിപ്പിക്കുന്നതായ, ദൈവത്തോടും മാത്രം സംസാരിക്കുന്നതായ ഒരു സാഹചര്യത്തെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. അപ്പോൾ ആണ് നമ്മുടെ കുടുംബത്തെ പണിയുവാൻ ദൈവം ആരംഭിക്കുന്നത്, കുഞ്ഞുങ്ങളെ പണിയുവാൻ ദൈവം ആരംഭിക്കുന്നു. അതുവരെയും പല ഇടർച്ചകളും നമ്മുടെ ജീവിതത്തിൽ, പല സംഘർഷങ്ങളും, പല സംശയങ്ങളും, പല ചോദ്യങ്ങളും, പല ഏറ്റക്കുറച്ചിലുകളും നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് പണിയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവരും. ഈ പ്രഭാതം നമ്മിൽ വീണു പോയ കൂടാരങ്ങളെ പണിയുന്ന പ്രഭാതമായി ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വചനവുമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സന്ദർശിച്ചത്. എന്താണെന്നറിയാം? ഞാൻ നിന്നെ പണിയും. അന്നാളിൽ ദൈവം അതിനു വേണ്ടി ഒരു സന്മുഖ കാലം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നിശ്ചയിച്ചു, നമ്മുടെ ഭവനത്തിനായി നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ഈ ദൈവത്തെ സ്നേഹിപ്പാൻ നാം തീരുമാനിക്കുമ്പോൾ, ഈ ദൈവത്തിന് കീഴ്പ്പെടുവാൻ നാം തീരുമാനിക്കുമ്പോൾ, നമ്മുടെ പ്രഭാതങ്ങളെ പ്രത്യാശയുള്ള പ്രഭാതമായി നാം പരിഗണിക്കുമ്പോൾ, എണ്ണുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, അവിടെ ഇതാ പണിയുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരും, സമമായി ആഗമിക്കുന്നവൻ ഇറങ്ങി വരും. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എങ്ങോട്ട് ഇറങ്ങി വരുമെന്നറിയാമോ? നീ ആയിരിക്കുന്ന സ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ കാണുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ. നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടും. കുടുംബത്തിൽ വെളിച്ചമുണ്ടാകും. അന്യർക്ക് പ്രവേശിക്കുവാനുള്ളതായ വാതിലുകളൊക്കെ അടയും. നീയും ദൈവവുമായി മാത്രമായി സംസാരിക്കുന്നതായ ആ ദിവസങ്ങൾ നിന്റെ മുൻപിൽ ദൈവം കൊണ്ടുവരും. എത്ര മനോഹരമാണ് അങ്ങനെയുള്ളതായ അനുഭവം! ദൈവത്തോട് സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം, ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചു അറിയാനുള്ളതായ ആ ഭാഗ്യത്തെ ലഭിച്ച മനുഷ്യർ നാം ആ ഭാഗ്യമുള്ളവരായി തീരുമ്പോൾ എത്ര വലിയ ആനന്ദം, സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുമെന്നറിയാമോ? കുടുംബത്തിൽ അലയടിക്കുമെന്നറിയാമോ? കുടുംബത്തിലെ സംസാര വിഷയങ്ങളൊക്കെയും മാറും. ഡിസ്കഷൻസ് പോയിന്റ് എല്ലാം മാറും. അതുവരെയും ആദിയും പ്രയാസവും ദുരിതവും നമ്മെ തേടിയെത്തിയെങ്കിൽ ഇതാ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും വലിയ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് തിരുവചനം പറയുന്നത് പോലെ നിന്റെ കൂടാരത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വരും, സന്തോഷത്തിൻ്റെ പ്രഭാതം വരും, സന്തോഷത്തിൻ്റെ സന്ധ്യകൾ വരും. അവിടെ നിന്ന് വേദന ഓടിപ്പോകും. നീ പ്രത്യാശയുള്ള പ്രഭാതങ്ങളെ ദർശിക്കുവാൻ തക്ക ഭാഗ്യമുള്ള ഒരനുഭവത്തിലേക്ക് ദൈവം നിന്നെ വഴി നടത്തും. അതിൽ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. God bless you.